ശുദ്ധാക്ഷരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ വീണ്ടും സ്വാഗതം. മുസ്ലിം സെയിൻറ്റ് തെരേസ എന്ന് പാശ്ചാത്യ ചരിത്രകാരന്മാർ വിളിക്കുന്ന ഒരു സൂഫി സന്യാസിനിയുണ്ട്, റാബിയ ബസ്രി. ദിവ്യാനുരാഗത്തിൻ്റെ വിശുദ്ധ പക്ഷി എന്ന് സൂഫി ലിറ്ററേച്ചർ അവരെ വിളിക്കുന്നു. സൂഫി സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും ഇഷ്ക്, പ്രണയപ്രവാഹമാണ്. ദൈവത്തോടുള്ള പ്രണയം കര കവിഞ്ഞൊഴുകുന്ന ഒരവസ്ഥ ഇഷ്ക്. ഈ ഇഷ്ക് ഉള്ള ആൾ ആഷിഖ്, അനുരാഗി എന്ന് അവർ വിളിക്കുന്നു. ഈ ആഷിഖ് ഇഷ്കിൽ ഒന്നു ചേർന്ന് ദൈവത്തിൽ വിലയം പ്രാപിച്ചു കഴിയുമ്പോൾ ആത്മനാശം സംഭവിക്കുന്നു. അതായത് ഫന എന്നൊരവസ്ഥ, എല്ലാം അപ്രത്യക്ഷമായി. സെയിൻറ്റ് തെരേസ ഓഫ് ആവില പറയുന്നത് പോലെ, ദൈവത്തിൻ്റെ പ്രകാശം 4 കോണിൽ നിന്നും എന്നെ തേടി വന്നു. ദിവ്യപ്രവാഹത്തിൽപ്പെട്ട് പെട്ടെന്ന് ഞാൻ ഒഴുകിപ്പോയി. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ആരോ ഒരു സ്നേഹത്തിൻ്റെ മൃദുവായ അമ്പയച്ചു. പിന്നെ സ്നേഹാർദ്രതയോടുകൂടി അവൻ എന്നെ മുറിപ്പെടുത്തി. ഞാനില്ലാതായി, നീ മാത്രം അവശേഷിക്കുന്നു അവസ്ഥ. ഈ അവസ്ഥ തന്നെയാണ് സൂഫി സന്യാസിമാർക്ക് ഫന, ആത്മനാശത്തിൻ്റെ അവസ്ഥ. പിന്നെ ബാക്കിയാവൽ, ബഖ എന്ന അവസ്ഥ. പിന്നെ ബാക്കിയാവുന്നത് എന്താണ്? ഞാൻ ഇല്ലാതായി, ഞാൻ അപ്രത്യക്ഷനായി, പിന്നെ ദൈവം മാത്രം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. ഇങ്ങനെ ജീവിതത്തിലൂടെ പാടുകയും ജീവിതത്തിലൂടെ ഇങ്ങനെ തന്നെ പ്രസംഗിക്കുകയും ചെയ്ത ഒരു വനിതയാണ് റാബിയ ബസ്രി. അവരെക്കുറിച്ചുള്ള ചെറിയ പുസ്തകമാണ് എൻ്റെ കൈവശം. എഴുതിയിരിക്കുന്നത് സിദ്ദിഖ് മുഹമ്മദ്. ഈ സിദ്ദിഖ് മുഹമ്മദിൻ്റെ പുസ്തകങ്ങൾക്ക് കാവ്യത്തിൻ്റെയും ആത്മീയതയുടെയും ഒരു സമ്പന്നതയുണ്ട്. എഴുതുമ്പോൾ മൃദുവായി നമ്മുടെ ഹൃദയത്തിൻ്റെ അടരുകളെ തൊടുന്ന ഏതോ ഒരു ആത്മീയ ചൈതന്യഭാവം അതുണ്ട്. ഈ പുസ്തകത്തിലും അത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. റാബിയ എന്ന പെൺകുട്ടി തീർത്തും ദരിദ്ര അന്തരീക്ഷത്തിൽ ജനിച്ചു വളരുന്നു. അവൾ ജനിച്ച നേരത്ത് വീട്ടിൽ എണ്ണ തെളിക്കുന്ന വിളക്കിൽ എണ്ണയിലായിരുന്നത്രേ. അപ്പോൾ വിളക്കില്ലാതെ, വെളിച്ചമില്ലാത്തൊരിടത്തേക്ക് അവൾ ജനിച്ചു വീണു. നമ്മുടെ വിശുദ്ധ ക്ലാരയെക്കുറിച്ചൊക്കെ പറയുന്ന പോലെ ശരിക്കും ക്ലാര പ്രകാശമായി ഇവൾ തന്നെ മാറിക്കാണണം. പിന്നെ അടിമച്ചന്തകളിൽ വിൽപ്പന ചെയ്യപ്പെടുന്നു. ഒരു യജമാനിൽ നിന്നും മറ്റൊരു യജമാനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. പാട്ടും നൃത്തവുമൊക്കെയായി കഴിയേണ്ടി വരുന്നൊരു ഗതികെട്ട അവസ്ഥ. പക്ഷെ അങ്ങനെ ഗതികെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ആത്മപ്രകാശം ഉള്ള വ്യക്തിയായതുകൊണ്ട് പ്രകാശം പറയുന്ന വഴികളിലൂടെ അവൾ ചരിച്ചിട്ടുള്ളൂ. ഈ പ്രകാശം ഉള്ളിടത്തോളം ചരിക്കുക എന്നതുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ് പോകുന്നിടത്തെല്ലാം പ്രകാശം പരത്തുക എന്നുള്ളത്. ഇരുട്ട് നിറഞ്ഞൊരു വഴിയിലൂടെ നടക്കാൻ വിധിക്കപ്പെടുമ്പോഴും പ്രകാശം പരത്തുന്നു ഇത്തരത്തിലുള്ള ആളുകൾ. സൂഫി സന്യാസിമാർ തന്നെ ഇങ്ങനെ പറയാറുണ്ട്, ഒരു കിളി വൃക്ഷത്തിൻ്റെ ശിഖരത്തിൽ ഇരിക്കുമ്പോൾ ആ ശിഖരം ഇടിഞ്ഞു വീഴുകയാണെന്ന് സങ്കല്പിക്കുക. അത് താഴേക്ക് വീണ് കഴിഞ്ഞാൽ എന്തു ചെയ്യും? കിളി പറന്നുയരും. കാരണം കിളിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശ്രദ്ധയും അതിൻ്റെ മുഴുവൻ ശക്തിയും അതിൻ്റെ ചിറകിലാണ്, അല്ലാതെ ഈ ശിഖരങ്ങളിലല്ല. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ശിഖരങ്ങളിൽ അർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറക്കാൻ പറ്റില്ല. ശിഖരം ഒടിഞ്ഞു വീഴുമ്പോൾ നിങ്ങൾ വീണു പോകും. അപ്പോൾ ജീവിതത്തിൽ ശിഖരങ്ങളൊക്കെ ഒടിഞ്ഞു പോകുമ്പോഴും ഒരു വിശ്വാസത്തിൻ്റെ ചിറകിൽ പറക്കുവാൻ കെൽപ്പുള്ള വ്യക്തികൾ ആകാശത്തോളം ഉയർന്ന് പിന്നെ ആകാശത്തെ സ്വന്തമാക്കും. പിന്നെ ആകാശത്തിലൊരു പൊട്ടായി ഇല്ലാതായി തീരും. ഇതാണ് റാബിയ എന്ന ഈ വിശുദ്ധ ജന്മം നമ്മെ പഠിപ്പിക്കുക. പിന്നെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് തോൽവികളെന്ന് നാം പേരിട്ട് വിളിക്കുന്ന അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. സത്യത്തിൽ ആരാണ് തോറ്റവൻ? ജീവിതത്തിൽ ഒരിക്കലും പരാജയം എന്തെന്ന് അറിയാത്ത ആൾ തന്നെയാണ് ഏറ്റവും വലിയ പരാജിതൻ. അതാണ് ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ തോൽവികൾ അറിഞ്ഞിട്ടും തോൽവിയിൽ നിന്നും ഔന്നത്യത്തിലേക്ക് കുതിച്ചുയരുവാൻ ഏതൊക്കെയോ ഏണിപ്പുകൾ ചാഞ്ഞു വെക്കുന്നവർ, അവരാണ് വിശുദ്ധ ജന്മങ്ങൾ. അത്തരത്തിലുള്ളൊരു വിശുദ്ധ ജന്മം തന്നെയാണ് ഈ സൂഫി സന്യാസിനി റാബിയ. അവരുടെ പ്രാർത്ഥനയിൽ തന്നെ നമുക്ക് ധ്യാനം തുടങ്ങാം. സുന്ദരമായി നടത്തുന്ന ഒരു ചെറിയ പ്രാർത്ഥന ഇതാണ്: ദൈവമേ, നരകത്തോടുള്ള ഭയം കാരണമാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നതെങ്കിൽ നീ എന്നെ നരകത്തിലിട്ട് ഭസ്മീകരിച്ച് കളയുക.
സ്വർഗത്തെ മോഹിച്ചാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നതെങ്കിൽ സ്വർഗ കവാടങ്ങൾ എൻ്റെ മുന്നിൽ അടച്ചിടുക. എന്നാൽ നിൻ്റെ വിശുദ്ധ ദർശനം മാത്രം ആഗ്രഹിച്ച് നിന്നെ മാത്രം പ്രണമിക്കുന്ന എൻ്റെ മുന്നിൽ അതുമാത്രം എനിക്ക് സാധ്യമാക്കി തരണമേ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിക്കുക. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തെ കാണാൻ, ദൈവത്തിൽ ഒന്നുചേരാൻ. അതുമാത്രം മതി എൻ്റെ ദൈവമേ എന്നാണോ പ്രാർത്ഥിക്കുന്നത്? സെൻറ്റ് തെരേസ ഓഫ് ആവില പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ സ്നേഹത്തെ പ്രതി നരകത്തിലേക്ക് എറിയപ്പെടുകയാണെങ്കിൽ എൻ്റെ ദൈവമേ സ്നേഹത്തെ പ്രതി എനിക്ക് നരകം മതി, സ്വർഗം വേണ്ട. അതാണ് ആത്മീയതയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഒരു മിസ്റ്റിക്കാണ് അങ്ങനെ സംസാരിക്കുക. അതായത് നിൻ്റെ സ്നേഹത്തെ പ്രതി എനിക്ക് നരകമാണ് വിധിക്കപ്പെടുന്നതെങ്കിൽ സ്വർഗത്തിൻ്റെ സുഖം വേണ്ട കർത്താവേ, നീ മതി, നരകത്തിലേക്ക് ഞാൻ പൊയ്ക്കൊള്ളാം, നരകത്തിൻ്റെ പൊള്ളലേറ്റുകൊള്ളാം എന്ന് പറയുന്ന തരത്തിൽ നമ്മുടെ ആത്മീയ ജീവിതം ഔന്നത്യമാർന്നതാണോ എന്ന് ചോദിക്കുക. പേർഷ്യൻ സൂഫി സന്യാസി ഒരാൾ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതുന്നത്: സീ വൺ, നോ വൺ, ലവ് വൺ ആൻഡ് ബി വൺ. ഒന്നിനെ കാണുക, ഒന്നിനെ അറിയുക, ഒന്നിനെ പ്രണയിക്കുക, ഒന്നാവുക. സീ വൺ, നോ വൺ, ലവ് വൺ ആൻഡ് ബി വൺ. സോ ലവിങ് സം വൺ മീൻസ് ബീയിങ് സം വൺ. അതാണ് യഥാർത്ഥ പ്രണയം എന്ന് പറയുന്നത്. ഒന്നിനെ പ്രണയിക്കുമ്പോൾ അതായി തീരുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ പ്രണയിക്കുന്നു എന്ന് പറയുന്ന സമർപ്പിതരൊക്കെ ദൈവത്തിൽ അലിഞ്ഞു ചേർന്ന് പിന്നെ അവർ അപ്രത്യക്ഷരായി ദൈവം മാത്രം അവരിലൂടെ പ്രത്യക്ഷമാകുന്ന അവസ്ഥ വരണം. ഞാനൊരു പുരോഹിതനാണ്. എന്നെ കേട്ടിരിക്കുന്ന പുരോഹിതരോ സന്യാസ ജീവിത വൃത്തിയിലേക്ക് വന്നവരോ ഒക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ നടന്നു പോകുമ്പോൾ നമ്മളെ എല്ലാ ആളുകൾ കാണേണ്ടത് ദൈവത്തെ കാണണം. അങ്ങനെ കണ്ട് ദൈവത്തെ കാണിച്ചു കൊടുത്ത ധാരാളം മനുഷ്യരുണ്ട്. അത് കഥകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാൻ നടന്നു പോകുന്ന വഴികളിൽ ഈശോ ഈശോ എന്നൊരു മന്ത്രണമാണ് ഉണ്ടാകേണ്ടത്. അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട കർത്താവ്, അദ്ദേഹം സത്യമായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവനായി ഞങ്ങൾക്കിടയിലുണ്ട് എന്നൊരു തോന്നലുണ്ടായി എന്ന് ആളുകൾ പറയണം. അങ്ങനെ പറയുന്നുണ്ടോ എന്ന് ചോദിക്കുക. സെയിൻറ്റ് ആൻ്റണി മരിച്ചു കഴിഞ്ഞപ്പോൾ മണി മുഴങ്ങി. തെരുവിലെ കുട്ടികളൊക്കെ ഓടിക്കൂടി പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ പിതാവ് മരിച്ചുപോയി, ഞങ്ങളുടെ പിതാവ് മരിച്ചതോടെ ഞങ്ങൾ വീണ്ടും അനാഥരാക്കപ്പെട്ടു. ഒരാൾ ദൈവത്തിൻ്റെ കൂടാരമായി മാറിയത് കൊണ്ടാണ് അവർക്ക് അനാഥരായി എന്ന് ചിന്ത ഉണ്ടായിരുന്നത്. ഇങ്ങനെയാണ് സത്യത്തിൽ ദൈവോപാസകരെന്ന് വിളിക്കപ്പെടുന്ന വ്യക്തികൾ മാറേണ്ടത്. പക്ഷേ കുഞ്ഞുണ്ണി മാഷൊക്കെ പറയുന്ന പോലെ എൻ്റെ കാലിലൂടെ നടക്കാൻ മാത്രമേ എനിക്കറിയാവൂ. അതുകൊണ്ട് എന്നിൽ തുടങ്ങി, എന്നിൽ കുടുങ്ങി, എന്നിൽ ഒടുങ്ങി കെട്ടടങ്ങുന്നൊരു ജന്മത്തിൻ്റെ പേരാണ് എൻ്റെ ജന്മം. അതിൻ്റെ കൂടെ ഫാദർ എന്നോ സിസ്റ്റർ എന്നൊക്കെ കൂട്ടിച്ചേർക്കാമെന്ന് മാത്രം. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക. എത്രത്തോളം ദൈവം നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഗായകനെക്കുറിച്ചൊരു കഥ ഇങ്ങനെയാണ്. ഗായകൻ ഇങ്ങനെ പാടി തകർക്കുകയാണ്. ഓരോരുത്തരായി ഓഡിറ്റോറിയത്തിൽ എഴുന്നേറ്റ് പോവുകയാണ്. അവസാനം വന്ന ആളോട് ആരോ ചോദിച്ചു, എന്താണ് പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഗായകൻ ഓഡിറ്റോറിയം മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കണം, അയാളും അയാളുടെ സ്വരവും. ആ സ്വരത്തിനും അയാൾക്ക് സ്ഥലം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഞാനും കൂടി സ്ഥലം വിട്ടു പോകുന്നതാണ്. ഇങ്ങനെയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ കാര്യം. നമ്മളിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്നതിനിടയിൽ ദൈവത്തിന് സ്ഥാനമില്ല, മനുഷ്യർക്ക് സ്ഥാനമില്ല. ഇതാണോ നമ്മുടെ അവസ്ഥ എന്ന് ചിന്തിക്കുക. നമ്മുടെ പ്രണയം ഏത് തരത്തിലുള്ളതാണ് എന്ന് ചിന്തിക്കാം. ഇനി പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇക്ബാൽ സുന്ദരമായിട്ട് കവിത എഴുതിയിട്ടുണ്ട്. ഇഷ്കുക് ദാ കാ കലാം ഇഷ്കുക് ദാ കാ റസൂൽ. അതായത് ദൈവത്തിൻ്റെ വചനമാണ് പ്രണയം, ദൈവത്തിൻ്റെ ദൂതനും പ്രണയം തന്നെയാണ്. ഞാൻ പ്രണയത്തിൻ്റെ മതത്തെയാണ് അനുധാവനം ചെയ്യുന്നത്. അവൻ്റെ ഒട്ടകം എന്നെ എങ്ങോട്ട് നയിച്ചാലും ശരി, എൻ്റെ മതവും വിശ്വാസവും സത്യമാണ്. അതായത് ഒരു ഒട്ടകത്തിൻ്റെ പുറത്തേറി ഒരാൾ പോകുമ്പോൾ ഒട്ടകത്തെ നയിക്കുന്നതിന് പകരം ഒട്ടകത്തെ തന്നെ നയിക്കാൻ അനുവദിക്കുന്ന പോലെ ദൈവത്തിൻ്റെ പുറത്തേറി സഞ്ചരിക്കുന്നതിന് പോലെ, ദൈവമേ നീ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നോ അങ്ങോട്ടേക്ക് ഞാൻ പോയിക്കൊള്ളാം. കേട്ടിരിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മൾ സത്യത്തിൽ ദൈവത്തിന് ഒട്ടകമാക്കി കണ്ടുകൊണ്ട് നമ്മുടെ കൂടാരത്തിലേക്ക് ദൈവത്തിന് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് തിരിക്കണം, നമ്മളുടെ ദിശയിലേക്ക് തിരിക്കണം, നമ്മുടെ വഴികളിലേക്ക് തിരിക്കണം. ദൈവം നമ്മുടെ വഴികളിലൂടെ, നമ്മൾ ആഗ്രഹിക്കുന്ന വഴികളിലൂടെ നമ്മൾക്കൊപ്പം നടന്നു കഴിയുമ്പോൾ നമ്മൾ പറയും, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, എല്ലാം നീ നീതിയായി നന്മയായി എനിക്ക് തരുന്നു. പക്ഷേ ദൈവം തന്നത് മുഴുവൻ സ്വീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കാറുണ്ടോ? ഇതാണ് നമ്മളുടെ ചോദ്യമായിട്ട് വരേണ്ടത്. അങ്ങനെ ദൈവത്തെ പൂർണ്ണമായിട്ട് എൻ്റേതായിട്ട് നിലനിർത്താൻ എനിക്ക് പറ്റാത്തതിൻ്റെ കാരണം എന്നിൽ ഞാൻ നിറഞ്ഞു നിൽക്കുന്നവനാണ്.
എന്നിൽ ഞാനിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കാൻ വയ്യ. ഈ റാബിയയ്ക്ക് കല്യാണപ്രായമായപ്പോൾ കല്യാണ ആലോചനക്കാർ ധാരാളം പേര് വന്നത്രേ. വിവാഹ ആലോചനയുമായി വന്ന ആളുകളെ മുഴുവൻ റാബിയെ പറഞ്ഞു വിട്ട്. കാരണം ഇവിടെ ദിവ്യപ്രണയത്തോടുകൂടി അൽഫോൺസാമിയെ പോലെയോ കൊച്ചുത്രേസിയെ പോലെയൊക്കെ ഈ റാബിയെ ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ വയ്യ. അവർ പറഞ്ഞു, വിവാഹമോ? അതെങ്ങനെയാണ് എനിക്ക് സാധ്യമാകുക? വിവാഹം സാധ്യമാകണമെങ്കിൽ ഞാനുണ്ടാകണം. പക്ഷെ ഞാനില്ലല്ലോ. ഞാനില്ലാത്തത് കൊണ്ട്, അവൻ മാത്രമുള്ളത് കൊണ്ട് എങ്ങനെ കല്യാണം നടക്കും? നിങ്ങൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് ഇതിനെ ചിന്തിച്ച് നോക്കുക. ഈ പെൺകുട്ടി പറയുകയാണ്, വിവാഹം കഴിക്കണമെങ്കിൽ ഞാനും വേണം, ഞാൻ വിവാഹം കഴിക്കേണ്ട വരനും വേണം. പക്ഷേ ഇവിടെ ഞാനില്ല. വർഷങ്ങളായിട്ട് ഞാൻ അപ്രത്യക്ഷയായി കഴിഞ്ഞു. അതിന് പകരം ഇവിടെ ദൈവമാണുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെ വിവാഹം സാധ്യമാകും? ഞാനില്ലാത്തിടത്ത് ഞാനും അവനുമായി, ആ വരനുമായിട്ട് വിവാഹം നടത്താൻ പറ്റുകയില്ലല്ലോ. ഈ ചില മിസ്റ്റിക്കുകൾ ഇങ്ങനെയാണ് സന്യാസത്തിൻ്റെ വഴിയിലൂടെയൊക്കെ മറ്റും വരുന്നത്. ആ ശരീരത്തിൻ്റെ സാധാരണ വളരെ സ്വാഭാവികമായ ആഗ്രഹങ്ങൾക്കപ്പുറത്തേക്ക് അവർ പറക്കുകയാണ്. അവിടെ ശരീരമില്ല, ശരീരത്തിൻ്റെ കാമനയില്ല, ശരീരത്തിൻ്റെ തൃഷ്ണയില്ല. ഇങ്ങനെ തൃഷ്ണയും കാമനയും ഒന്നുമില്ലാതെ ശരീരത്തിന് അപ്പുറത്തേക്ക് പോയി കണ്ണുകൾക്കപ്പുറത്തെ കണ്ണുകൊണ്ട് കാഴ്ച കണ്ട് ഹൃദയത്തിനപ്പുറത്തെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് ജീവിക്കുന്നവരാണ് മനുഷ്യർ. അവരിലൂടെയാണ് ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിതമാക്കപ്പെടുന്നത്. ഞാൻ പൂർണ്ണമായി അപ്രത്യക്ഷമായി ദൈവത്തിൽ വിലയം പ്രാപിച്ച ഈ അവസ്ഥയിൽ റാബിയെപ്പോലെ നമ്മളും ഇങ്ങനെ പാടിപ്പോവും. എൻ്റെ ഹൃദയനാഥ, എനിക്ക് നീ മാത്രം മതി, നീയാണ് എനിക്കെല്ലാം, നീയാണ് എനിക്കെല്ലാം എന്ന് പറയുന്ന അവസ്ഥയിൽ ശരിക്കും ഇഷ്ക് ഒരാളുടെ ഹൃദയത്തിൽ വന്ന് നിറയുകയാണ്. റൂമി ഇങ്ങനെ എഴുതി, പ്രണയം മുൾച്ചെടിയെ പനിനീർപ്പുവാക്കുന്നു, പ്രണയം പിശാചിനെ ഹൂറിയാക്കുന്നു, ആതുരതയെ ആരോഗ്യമാക്കുന്നു, രാജാവിനെ ഭൃത്യനാക്കുന്നു, കാരാഗൃഹത്തെ പൂങ്കാവനമാക്കുന്നു, വേദനയെ ആനന്ദമാക്കി മാറ്റുന്നു. ഇപ്പോൾ പ്രണയം മാത്രം ഒരാൾ നിറഞ്ഞ് കവിഞ്ഞ് ഒരാൾ ആഷിക്കായി ജീവിക്കുമ്പോൾ, ഈ ഫനായും ബഖായും എല്ലാം അയാളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിയുമ്പോൾ, പിന്നെ ഹസൻ ബസരി പറയുന്നത് പോലെ ആവശ്യങ്ങളൊന്നുമില്ലാത്ത ഒരു അനുഗ്രഹീതൻ്റെ അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരുന്നു. ആവശ്യങ്ങളൊന്നുമില്ലാത്തവൻ അനുഗ്രഹീതൻ, കാരണം അവനെല്ലാം സ്വന്തമാക്കുന്നു. ഈ ആവശ്യങ്ങളൊന്നുമില്ലാത്ത ഒരവസ്ഥയാണ് സത്യത്തിൽ ആത്മീയതയുടെ ഉന്നതമായ അവസ്ഥ എന്ന് വിളിക്കേണ്ടത്. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കുണ്ടോ എന്ന് ചോദിക്കാവുന്നതാണ്. ഒരിക്കൽ ഒരു സന്യാസി ഇദ്ദേഹത്തോട് ചോദിച്ചു, റാബിയയോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് രോഗം വരുമ്പോൾ രോഗം മാറാൻ നീ പ്രാർത്ഥിക്കാത്തത്? അവളുടെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. നമുക്ക് ധ്യാന വിഷയം കൂടിയാണത്. എങ്ങനെയാണ് ദൈവം ഒരു അനുഗ്രഹം തന്നതിൻ്റെ പേരിൽ അവനോട് പരാതി പറയുക? അതായത് രോഗം എനിക്ക് അനുഗ്രഹം പോലെ ദൈവം തന്നതാണ്. അപ്പോൾ ദൈവം എനിക്ക് അനുഗ്രഹം പോലെ ഒരു രോഗം അനുവദിച്ചെന്നെങ്കിൽ ഞാനെന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? ഈ ചെപ്പടി വിദ്യകൾക്ക് വേണ്ടിയൊന്നും റാബിയ പ്രാർത്ഥിക്കുന്നില്ല. ഒരിക്കൽ ആർക്കും ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി അപ്പം തയ്യാറാക്കാൻ ഒരുങ്ങുന്നു. അപ്പം തയ്യാറാക്കാൻ ഒരുങ്ങുമ്പോൾ മാവില്ല, ഒന്നുമില്ല. പെട്ടെന്ന് മാവ് ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന പോലെ ഉടൻ നമ്മളാണെങ്കിൽ ഉടൻ തന്നെ ദൈവത്തിന് അനന്ത സ്നേഹത്തെക്കുറിച്ച് പറയും. റാബിയ ഉൾക്കണ്ണുള്ള ആളാണ്. ചാടി എഴുന്നേറ്റിട്ട് പറയുന്നു, സാത്താനെ നീ മാറി നിൽക്കുക, ദൈവം എനിക്ക് വേണ്ടി പെട്ടെന്ന് അരിപ്പൊടി ഉണ്ടാക്കി തരുന്ന അരിപ്പൊടി കച്ചവടക്കാരനൊന്നും അല്ല, അതുകൊണ്ട് നീ ചെപ്പടി വിദ്യയൊന്നും കാണിക്കണ്ട, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. നമ്മളുടെ ആത്മീയതയെ ഒന്ന് രണ്ടാമതൊന്ന് പതിപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം തരുന്നതെല്ലാം ചോദിക്കുമ്പോഴൊക്കെ തരുന്നയാളെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. ലോസ് ആഞ്ചലസാണ് അമേരിക്കയുടെ തലസ്ഥാനം എന്ന് എഴുതിയ പെൺകുട്ടി മാതാവിൻ്റെ മുമ്പിൽ വന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മാതാവെ, കഴിയുമെങ്കിൽ ഒരൊറ്റ രാത്രി കൊണ്ട് അമേരിക്കയുടെ തലസ്ഥാനം ലോസ് ആഞ്ചലസാക്കി മാറ്റുക, വാഷിങ്ടൺ എടുത്തു മാറ്റിയിട്ട് ലോസ് ആഞ്ചലസാക്കി മാറ്റുക. കാരണം അവൾ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇത്തരത്തിലാണ് നമ്മളുടെ പ്രാർത്ഥനകൾ പോരുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തന്നെ
നമ്മളിങ്ങനെ സദാ കൈനീട്ടി നിൽക്കുന്ന ദരിദ്രരെ പോലെയായി ദൈവത്തിന് മുന്നിൽ മാറുന്നുണ്ട്. എപ്പോഴും അത് തരിക, ഇത് തരിക, അങ്ങനെ തരിക, ഇങ്ങനെ തരിക. എപ്പോഴും തരുന്നയാളാണ് ദൈവം എന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ എന്തിനിങ്ങനെ കൈനീട്ടിക്കൊണ്ടിരിക്കുന്നത്? തതുഭവതി ദരിദ്രോ എത്ര തൃഷ്ണാ വിശാല. അതായത് ഭാരതീയർ പറഞ്ഞു തരുന്ന വലിയൊരു സന്ദേശം അതാണ്. തതുഭവതി ദരിദ്രോ യാത്ര തൃഷ്ണാ വിശാല. അതായത് വലിയ തീരാത്ത തൃഷ്ണയും ആഗ്രഹമുള്ള ആളാണ്, അയാളാണ് ദരിദ്രൻ. അത് തീരാത്ത ആശയാണ്. ആർത്തിക്കരം നീട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര കിട്ടിയിട്ടും മതിയെന്ന് പറയാൻ പറ്റില്ല. മതി എന്നതാം ഭാവം ശ്രേയസ്സിൻ പ്രതിബന്ധം അതിയാം അസംതൃപ്തി ഔന്നത്യ സൗദദ്വാരം എന്ന മട്ടിൽ മതിയെന്ന് പറയാതെ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് നടക്കുകയാണ്. അങ്ങനെയുള്ള വ്യക്തി തന്നെയാണ് ഏറ്റവും വലിയ ദരിദ്രൻ. ആ ദാരിദ്ര്യാവസ്ഥ മാറ്റിക്കഴിയുമ്പോൾ ഒരാൾ ദൈവം വന്നിറങ്ങുന്ന കുടീരം പോലെയായിട്ട് മാറും. അയാളൊരു കപ്പേളപ്പള്ളി പോലെയാണ്. ഒരാളുടെ അകം ദൈവത്തിൻ്റെ പ്രകാശം കൊണ്ട് നിറഞ്ഞു കവിയുന്ന ഒരവസ്ഥ വന്ന് ചേരുകയും ചെയ്യും. ഒരിക്കൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം അദ്ദേഹം കഅബ സന്ദർശിക്കുവാനായിട്ട് മക്കയിലേക്ക് നടക്കുകയാണ്. ഓരോ കാൽവയ്പ്പിലും സുജൂദ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പ്രണാമം ചെയ്തുകൊണ്ട് അദ്ദേഹം നടക്കുകയാണ്. അതികഠിനമായ ഈ നടത്ത 14 വർഷങ്ങളാണ്. 14 വർഷമായിട്ട് അദ്ദേഹം നടക്കുകയാണ്. അങ്ങനെ സുജൂദ് ചെയ്ത് പ്രണമിച്ച് കഅബയെ മനസ്സിൽ ഏറ്റുവാങ്ങി ധ്യാനിച്ച് നടന്നു പോകുന്ന അദ്ദേഹം 14 വർഷത്തെ കഠിന യാത്രയ്ക്കൊടുവിൽ കഅബയ്ക്കടുത്തെത്തിയപ്പോൾ അവിടെ കഅബയില്ല. കാരണം ആ സമയം റാബിയയെ കാണുവാൻ വേണ്ടി കഅബ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു എന്നാണ് കഥ പറയുന്നത്. 14 വർഷം പ്രണമിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് നടന്ന ഒരാൾ വിശുദ്ധ മന്ദിരത്തെ സമീപിച്ചപ്പോൾ വിശുദ്ധ മന്ദിരം മറ്റൊരാളെ തേടി അവിടെ നിന്നും പുറപ്പെട്ടു എന്ന് പറയുന്ന കഥയ്ക്ക് വല്ലാത്തൊരാഴമുണ്ട്. നിങ്ങൾ വിശുദ്ധ മന്ദിരത്തിലേക്ക് പുറപ്പെടുമ്പോൾ നിങ്ങളൊരു വിശുദ്ധ മന്ദിരമായിട്ട് പാതി വഴിയിൽ വെച്ച് മാറിക്കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഒരു തീർത്ഥസ്ഥലിയാണ്. ദൈവം നിറഞ്ഞു നിൽക്കുന്ന ഒരു തീർത്ഥസ്ഥലി. അങ്ങനെയായി മാറലാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയ അനുഭവം എന്ന് പറയുന്നത്. അങ്ങനത്തെ അനുഭവത്തിൽ എല്ലാ ജീവജാലങ്ങളുമായിട്ടുള്ള ഒരു ഹാർമോണിയസ് ബ്ലെൻഡിങ്ങും അടുപ്പവും വരുന്നുണ്ട്. ചില സന്യാസിമാർ ധ്യാനിച്ചിരിക്കുന്നിടത്ത് ഈ ക്രൂരമൃഗങ്ങളെന്ന് പറയപ്പെടുന്ന സിംഹങ്ങളും പുലികളുമൊക്കെ ധ്യാനപൂർവ്വം വന്ന് നിൽക്കുമായിരുന്നത്രേ. രമണ മഹർഷിയെക്കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം ധ്യാനിച്ചിരിക്കുമ്പോൾ ഈ മൃഗങ്ങളൊക്കെ ചുറ്റിലും വന്ന് ധ്യാനപൂർവ്വം ഇയാളെ ഏതൊരു വിശുദ്ധ പുരുഷനെ നോക്കും മറ്റും നോക്കി അങ്ങനെ ഇരിക്കുമായിരുന്നത്രേ. ഫ്രാൻസിസ് അസീസി നടന്നു പോകുമ്പോൾ ചെന്നായ്ക്കളും മറ്റു മൃഗങ്ങളുമൊക്കെ കൂട്ടുകാരെ പോലെ ഓടിയെത്തുമായിരുന്നത്രേ. പറവകളോടും മത്സ്യങ്ങളോടൊക്കെ അദ്ദേഹം സംസാരിച്ചിരുന്നതും ആ അർത്ഥത്തിൽ തന്നെയാണല്ലോ. അങ്ങനെയുള്ള ഒരു പാരസ്പര്യത്തെക്കുറിച്ചും റാബിയ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹസൻ ബസ്രി റാബിയയോടൊരിക്കൽ സംസാരിക്കുവാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് വന്നു. ഒരുപാട് വന്യമൃഗങ്ങൾ റാബിയുടെ അടുത്ത ആ സമയത്തുണ്ടായിരുന്നു. ഇയാളെ കണ്ടോട് വന്യമൃഗങ്ങളെല്ലാം ഓടിപ്പോയി. ഹസൻ ചോദിച്ചു, അതെന്തേ മൃഗങ്ങളൊക്കെ ഇങ്ങനെ ഓടിപ്പാഞ്ഞു പോയത്? ഇവൾ ചോദിച്ചു, താങ്കൾ എന്താണ് ഭക്ഷിച്ചത്? മാംസം. അവൾ പറഞ്ഞു, നിങ്ങൾ മാംസം ഭക്ഷിക്കുന്നവനായതുകൊണ്ട് പേടിച്ച് മൃഗങ്ങൾ ഓടിപ്പോയതാണ്. ഈ വന്യമൃഗ സങ്കേതങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഹിംസ ഉള്ളിൽ ഒളിപ്പിച്ചു വരുന്ന ആളുകളെ കണ്ടെത്തി കഴിയുമ്പോൾ മൃഗങ്ങളെല്ലാം ഓടിമറിയത്രേ. മനുഷ്യർക്ക് സ്വാഭാവികമായുള്ള ഒരു ഗന്ധം, സ്വാഭാവികതയുടെ ഒരു ചലനം, നല്ല ഉദ്ദേശത്തിൻ്റെ ഒരു തരംഗം, ഇതൊക്കെ ഉണ്ടെങ്കിൽ മൃഗങ്ങൾ അത്രയ്ക്ക് പെട്ടെന്നങ്ങ് അകന്നു പോകില്ല, അവർ അക്രമാസക്തരുമാകില്ലത്രേ. കാരണം നന്മയ്ക്ക് നന്മയുമായിട്ടുള്ള ഒരു ബാലൻസിങ് ഉണ്ട്. ആ ബാലൻസിങ് ഹാർമണി അകത്തുള്ളവർ പുറത്തേക്ക് നടക്കുമ്പോഴും സകല ജീവജാലങ്ങളും അവയ്ക്ക് ചുറ്റും അണിനിരക്കും. ഇത് തന്നെയാണ് ഫ്രാൻസിസ് അസീസിയിലൊക്കെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷികളും മത്സ്യങ്ങളുമൊക്കെ ഫ്രാൻസിസിൻ്റെ മൊഴികൾ കേട്ടിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥം ധാരാളമുണ്ട്. റാബിയോയോട് ഒരാൾ ചോദിക്കുന്നു, ഇത്രയും ഉന്നതമായ ഒരു അവസ്ഥയിൽ നീ എങ്ങനെ എത്തിച്ചേർന്നു?
ഇത്ര വലിയ ആത്മീയമായ ഔന്നത്യം നീ എങ്ങനെ നേടി? അവൾ മറുപടി നൽകി, ദൈവത്തിൻ്റെ സ്മരണയിൽ ഞാൻ മറ്റെല്ലാ അസ്തിത്വങ്ങളും വിസ്മരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ആത്മീയത എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഓർമ്മയിൽ വേറെ എല്ലാം മറന്നുപോകൽ. നമ്മൾ വേറെ എല്ലാം ഓർത്തിരിക്കുന്നത് കൊണ്ട് ദൈവത്തെ മറന്നുപോവുകയാണ്. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഫ്രാൻസിസ് അസീസി സ്വന്തം ആശ്രമത്തിലേക്ക് നടക്കുന്നതിനിടയിൽ ദൈവസ്മരണയിൽ ആശ്രമം മറന്നു മുന്നോട്ട് പോയി. നമ്മളെല്ലാവരും ആശ്രമത്തെക്കുറിച്ചും സ്ഥാപനങ്ങളെക്കുറിച്ചും ഒരുപാട് ഓർത്തിരിക്കുന്നത് കൊണ്ട് അവരുടെ ഓർമ്മയിൽ ദൈവത്തെ മറികടന്ന് നമ്മൾ പോവുകയാണ്. വ്യത്യാസം അതാണ്. ഇപ്പോൾ ദൈവവിചാരമാണോ നമ്മിൽ നിറഞ്ഞു നിൽക്കുന്നത്? പണ്ടൊക്കെ പഴയ വില്ലേജ് ഓഫീസുകളിലെ പുസ്തകക്കുറിപ്പുകളിൽ വൈദികൻ എന്ന് പറഞ്ഞിട്ട് അയാളുടെ തൊഴിലായിട്ട് എഴുതിയിരുന്നത് ദൈവവിചാരം തൊഴിൽ എന്നാണ്. അതായത് വൈദികൻ ഊണിലും ഉറക്കത്തിലും ഉണർവിലും കനവിലും നിലവിലും ഒക്കെ ദൈവത്തെ ധ്യാനിച്ച് നടക്കുന്നവനാണ് എന്നർത്ഥം. ഞങ്ങൾ വൈദികരൊക്കെ ഇങ്ങനെ സദാ ദൈവത്തെ ധ്യാനിച്ച് നടക്കുന്നവരാണോ എന്ന് പൊള്ളിക്കുന്നൊരു ചോദ്യം ഉള്ളിൽ ഉയരട്ടെ എന്ന ആശയാണ് എനിക്കുള്ളത്. ഇങ്ങനെ സദാ ദൈവവിചാരത്തോടുകൂടി ജീവിക്കുന്ന ആളുടെ ഉള്ളിലൊരു അൾത്താര നിറയുകയാണ്. വളരെ മനോഹരമായ പ്രഭാതത്തിൽ റാബിയായോട് ഹസൻ പറയുന്നു, വരിക, കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് വരിക, എത്ര സുന്ദരമാണ് ഈ അന്തരീക്ഷം. അപ്പോൾ റാബിയ പറഞ്ഞു, ഹസൻ, പുറമേ ഉള്ളത് ദൈവം സൃഷ്ടിച്ചതല്ലേ, സുന്ദരമാണ്. പക്ഷേ ഇത് പുറമേയുള്ളത് സൃഷ്ടിച്ച ദൈവം നിൻ്റെ അകത്തുണ്ട്. അകത്ത് ദൈവം തന്നെയാണുള്ളത്. ആ ദൈവത്തെ നീ ദർശിക്കുക. പക്ഷികൾ പുറത്ത് സുന്ദരമായി പാടുന്നുണ്ട്, സത്യമാണത്. പക്ഷെ അകത്ത് ദൈവം തന്നെയാണ് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നത്. നീ അകത്തായിരിക്കുമ്പോഴേ ദൈവത്തിൻ്റെ പാട്ട് കേൾക്കാൻ നിനക്ക് ചെവി തുറക്കപ്പെടുകയുള്ളൂ. ദൈവത്തിൻ്റെ അകത്തുള്ള പാട്ട് കേൾക്കാൻ, അകത്ത് നിറയുന്ന ദൈവത്തിൻ്റെ മുഖം കാണാൻ, അകത്ത് പ്രകമ്പനം കൊള്ളുന്ന ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ, ദൈവത്തിലൊന്നു ചേരാൻ ഈ ഒരു ക്ഷണം നമുക്കും സ്വീകരിക്കാം. അകത്തെ സൗന്ദര്യം ദർശിക്കുമ്പോൾ, അകത്ത് സൗന്ദര്യം നിറഞ്ഞ് കവിയുമ്പോൾ, അകത്ത് പ്രകാശമുണ്ടാകുമ്പോൾ പുറത്തേക്കും പ്രകാശം വരും. ഈ പുസ്തകം സമ്മാനിച്ച സിദ്ദിഖ് മുഹമ്മദിന് നന്ദി പറയുന്നു. പ്രകാശം പരത്തുന്ന വഴികളിലൂടെ നടക്കുവാൻ എനിക്കും നിങ്ങൾക്കാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. പ്രിയപ്പെട്ട ചങ്ങാതി, നല്ല യാത്ര. ദൈവം അനുഗ്രഹിക്കട്ടെ.